ഹലോ ഗൈസ്, എം എസ് ഓഫീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് എം എസ് ഓഫീസിൽ എം എസ് ഓഫീസ് പഠിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എം എസ് ഓഫീസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വേർഡ് ഡോക്യുമെന്റ് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ ബ്ലാങ്ക് ഡോക്യുമെന്റ്, ടൈംലെസ് റെസ്യൂം, വെൽക്കം വേർഡ്, സിംഗിൾ സ്പേസ്, ബോൾഡ് റെസ്യൂം, ബോൾഡ് മോഡേൺ റെസ്യൂം, സ്നാപ്ചാറ്റ് കലണ്ടർ, അതുപോലെ പലതരത്തിലുള്ള റെസ്യൂമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. റെസ്യൂമും അതുപോലെ കലണ്ടറും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എം എസ് വേർഡ്. അതുപോലെ നമുക്ക് ഒരു വേർഡ് ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ പ്രിന്റ് എടുക്കണമെങ്കിൽ എം എസ് വേർഡ് ഉപയോഗിക്കാം. അത് എം എസ് ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുക്കുകയാണ്. ഇവിടെ ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുക്കുകയാണ്. ഓക്കെ, തുടക്കക്കാർക്ക് വേണ്ടി ഞാൻ ഇതിന്റെ ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയ അതിന്റെ ടൈറ്റിലും ടെസ്റ്റും ഒക്കെ എങ്ങനെ മാറ്റാം എന്നിവയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഇവിടെ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് എങ്ങനെ ക്ലിക്ക് ചെയ്തു. അതിന്റെ ടെസ്റ്റിന്റെ സൈസ് കൂട്ടി കൊടുക്കുകയാണ്. ഇവിടെ 72 കൊടുത്തിരിക്കുന്നു. അതിൽ ടെസ്റ്റ് മാറ്റണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് അതിന്റെ ടെസ്റ്റ് ഫോണ്ട് മാറ്റണമെങ്കിൽ ഇത് ഇവിടുന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ടൈംസ് ഓഫ് ന്യൂ റോമൻ, അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ടൈംസ് ഓഫ് ന്യൂ റോമൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, രണ്ടാമതായി പറയാനുള്ളത് ബോൾഡ് എന്നൊരു ബട്ടണാണ്. ആ ബോൾഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു തടിച്ച രൂപമായി മാറും. അതായത് നമ്മളൊരു ഒരു നെയിമിന്റെ ഇത് കൊടുത്താൽ അത് തടിച്ച രൂപമായി മാറും. അതാണ് ഫോണ്ട് എന്ന് പറയുക. അതുപോലെ ഇറ്റാലിക്സ് ഒരിക്കലും കൂടി ക്ലിക്ക് ചെയ്താൽ ബോൾഡ് മാറുന്നതാണ്. അതുപോലെ ഇറ്റാലിക്സ് ചെരിഞ്ഞ് വരുന്ന അക്ഷരത്തെയാണ് ഇറ്റാലിക്സ് എന്ന് പറയുന്നത്. അതുപോലെ അണ്ടർലൈൻ കൊടുക്കുക. അടിയിലൂടെ ഒരു വര വരുന്നതിന് കൊടുക്കുന്നതാണ് അണ്ടർലൈൻ. അതുപോലെ അണ്ടർലൈൻ പല വിധത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അണ്ടർലൈൻ്റെ താഴത്തെ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ പലതരത്തിലുള്ള അണ്ടർലൈനുകളും കാണുന്നതാണ്. അതുപോലെ ഓക്കെ, അടുത്തതായി പറയാൻ പോകുന്നത് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയാണ്. സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലൂടെ ഒരു വര വരുന്നതിനെയാണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുക. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും കുറിച്ചാണ്. സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും കുറിച്ചാണ്. സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ H2 ഹീറോ. ഇപ്പൊ ഒരു നെയിം ഹീറോ എന്നൊരു നെയിം, അതിന്റെ ട്രേഡ് മാർക്ക് TM എന്ന് കൊടുക്കണം. അത് ഇതിന്റെ മുകളിലായിട്ടാണ് വേണ്ടത്. നിങ്ങൾക്കറിയാമായിരിക്കും, TM എല്ലാം ഇതിന്റെ മുകളിലായി വരുന്നത് കാണാം. അതിനായിട്ട് സൂപ്പർസ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ,
അതുപോലെ തന്നെയാണ് സബ്സ്ക്രിപ്റ്റും ചെയ്യുന്നത്. അതായത് H2O ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, H2O എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് H2 അതിൻ്റെ താഴെയാണ് വേണ്ടത്. അതിനാണ് സബ്സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും മനസ്സിലായല്ലോ. സബ്സ്ക്രിപ്റ്റ് H2O എന്നതിന് ആണ് സബ്സ്ക്രിപ്റ്റ്. അതുപോലെ സൂപ്പർസ്ക്രിപ്റ്റ് മുകളിലായി വരുന്നതിനെയാണ് സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുക. മുകളിലായി അക്ഷരത്തെ വരുത്തുന്നതിനെയാണ് സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുക. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വേർഡിന്റെ താഴെ വേറെ ഒരു വേർഡ് വരുത്തണമെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, അടുത്തതായി ഒരു വേർഡിന്റെ സൈസ് കൂട്ടി കൊടുക്കണമെങ്കിൽ ഇവിടെ ഇൻക്രീസ് ഫോണ്ട് സൈസ് ഒരു എ എന്നൊരു ഐക്കൺ കൊടുത്തിരിക്കുന്നു. അതിൽ അമർത്തിയാൽ സൈസ് കൂടുന്നതാണ്. അതുപോലെ ഡിക്രീസ് ഫോണ്ട് സൈസ്, അത് കൊടുക്കും തോറും അതിന്റെ സൈസ് കുറഞ്ഞു വരുന്നു. ഓക്കെ, ടെക്സ്റ്റ് ഇഫക്റ്റ് കൊടുക്കണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. മൈക്രോസോഫ്റ്റ് ടെക്സ്റ്റിന്റെ സ്റ്റൈല് കൊടുക്കുന്നതിനാണ് ടെക്സ്റ്റ് ഇഫക്റ്റ് കൊടുക്കുന്നത് പറയുക. അതിന്റെ ഷാഡോ, ഔട്ട്ലൈൻ പല വിധത്തിൽ കൊടുക്കാം. പല വിധത്തിൽ അതിൽ ടെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിന്റെ കളർ ടെക്സ്റ്റ് ഹൈലൈറ്റഡ് കളറായി കൊടുക്കുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത്. അതിന്റെ മുകളിലൂടെ കളർ വരുന്നതിനെയാണ് ഹൈലൈറ്റഡ് കളർ എന്ന് പറയുന്നത്. അത് കൊടുക്കാവുന്നതാണ്. അതുപോലെ പലതരത്തിലുള്ള ഹൈലൈറ്റഡ് കളർ ഉണ്ടാവും. അതിവിടെ ഹൈലൈറ്റഡ് കളർ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അത് നമുക്ക് കണ്ടു ചെയ്യാം. ഓക്കെ, ഇനി ടെക്സ്റ്റിന്റെ ഫോണ്ട് കളർ മാറ്റുന്നതിന് ഇഷ്ടമുള്ള ഫോണ്ട് കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ചുവപ്പാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഭാഗം പഠിച്ചു കഴിഞ്ഞു. അതിനായി ഞാൻ പറയുകയാണ്, ഇതിന്റെ ടെക്സ്റ്റ് നെയിം മാറ്റുന്നതിന് ഫോണ്ട് മാറ്റുന്നതിനെയാണ് ഇത് ഉപയോഗിക്കുക. ഫോണ്ട് സൈസ് മാറ്റുന്നതിന് ഇപ്പുറത്തുള്ള 48 തുടങ്ങിയവയിൽ മാറ്റാൻ കഴിയും. അതുപോലെ അതിന്റെ സൈസ് കൂട്ടി കൊടുക്കാവുന്നതിന് എ എന്നൊരു ബട്ടൺ ഉണ്ട്. ബോൾഡായി കൊടുക്കാവുന്നതാണ്, ഇറ്റാലിക്സ് ആയി കൊടുക്കാവുന്നതാണ്, അണ്ടർലൈൻ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് പഠിച്ചു വരിക. ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ക്ലാസ്. ഓക്കെ, ബൈ.